ആരാ? നമസ്കാരം. ആരാ? സാറല്ല. ഞാനല്ലേ? അല്ല, ഞങ്ങളെ ഒരാളെ അന്വേഷിച്ച് വന്നതാ. എന്താ സംഭവം? ഇത് നമ്മുടെ കേശവമാമന്റെ പരിപാടിയല്ലേ? കേശവമാമന്റെ പ്രോഗ്രാം പരിപാടിയായി മാറിയത്. അല്ല, കേശവമാമന്റെ പരിപാടിയല്ല. ഞാനും ഡയാനയും മിയയൊക്കെ ഉള്ള പരിപാടിയാണ്. അല്ല, അങ്ങനെ പറയൂന്ന് കേശവമാമ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്ന നിങ്ങൾ പറയും നിങ്ങളുടെ പരിപാടിയാണെന്ന് പറയൂന്ന് പറഞ്ഞിരുന്നു. അല്ല, ശരിക്കും ഇത് ഞങ്ങളുടെ പരിപാടി. എന്താ കാര്യം? എന്താ? അല്ല, ഇവനൊരു ജോലി കൊടുക്കാന്ന് കേശവമാമ പറഞ്ഞിരുന്നു. ഇവിടെയോ? ഇവിടെ ഈ കമ്പനിയിൽ. ഈ കമ്പനി ജോലി കൊടുക്കാന്ന് കേശവമാമ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഇന്ന് കാശ് വല്ലതും മേടിച്ചോ? അല്ല, അതിവിടെ പറയാരുതെന്നാണ് കേശവമാമ പറഞ്ഞേക്കണതേ. പറഞ്ഞോ, കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ഇല്ല. എത്ര മേടിച്ചു? 5000 രൂപ. നിങ്ങൾ ഭാഗ്യമുള്ളവരാണല്ലോ. അപ്പൊ ജോലി കിട്ടുമല്ലേ? അല്ല, സാധാരണ പുള്ളി 50,000 രൂപയ്ക്ക് പറ്റിക്കുന്നത്. ഇതിപ്പോ 5000 രൂപയല്ലേ പറ്റിച്ചുള്ളൂ. സത്യമായ കാര്യമാണ്. അല്ല, ഡയാൻ ഒന്ന് കേശവമാമനെ വിളിച്ചേ. കേശവമാമ, എന്താ ഒരു വാക്ക് പറയണ്ടേ? എന്തിനാ ഇവിടെ വിളിച്ചത്? ഞാൻ അറിഞ്ഞു മറ്റേ കാര്യമൊക്കെ. ഏത്? എന്താ സംഭവം? എന്താ അത് വിട്ടേക്ക്, ഇത് മാറ്റി വെക്കാം. അതായത് ഇവനൊരു ജോലി വേണം അത്യാവശ്യമായിട്ട്. അയ്യോ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി. പാവമാ. ഇവനെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചതും വളർത്തിയതും ഇത്ര ആക്കിയതൊക്കെ ഇദ്ദേഹമാ. അദ്ദേഹം ആരാ? ഇവന്റെ അച്ഛനാ. അത് എല്ലാ വീട്ടിലും അച്ഛൻ തന്നെയല്ലേ പിള്ളേരെ വളർത്തുന്നത്? പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനൊരു പ്രൊഫൈലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്ര കയറ്റി പറഞ്ഞെന്നുള്ളൂ. അല്ല, നിങ്ങൾ കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ജോലി കൊടുക്കാനാ ഇവിടെ? പക്ഷേ അതല്ല, ഇവിടെ എന്തോരം ചെറിയ ചെറിയ വർക്കുകളുണ്ട്. ക്യാമറ ചെയ്യിക്കാമല്ലോ അവനെ കൊണ്ട്. ക്യാമറ അറിയണ്ടേ? വെറുതെ ക്യാമറ ചെയ്യിക്കാൻ പറ്റുമോ? ക്യാമറ അറിയണ്ടേ? അല്ലാണ്ട് ക്യാമറ ചെയ്യിക്കാൻ പറ്റുമോ? പാവൻ പാവമാണെന്ന് പറഞ്ഞ എങ്ങനെയാ നമ്മൾ ജോലി കൊടുക്കുന്നേ? പാവൻ നല്ലവനവൻ. അല്ല, പാവമാണ്, നമുക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണ്ടേ കേസമ്മ? അങ്ങനെയാണെങ്കിൽ എഡിറ്റിംഗ് കൊടുക്കാമല്ലോ. എഡിറ്റിംഗ് ഇല്ലേ? എന്താ ഇത്? എഡിറ്റിംഗ് അറിയോ? അത് പഠിക്കൂലേ? പാവല്ലേ അവൻ, അവൻ പഠിച്ചോളൂലേ വിഷു? നല്ല എഡിറ്റിംഗിന് അങ്ങനെ പറ്റില്ല അമ്മാവ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മിയെ ഈ പിഷാരടി കരയും. പിന്നെ ഷൂട്ട് നിർത്തി വെക്കേണ്ടി വരും. മോളും കരയും ഇവരുടെ കഥ കേട്ട് കഴിഞ്ഞാല്. നിങ്ങൾ ജോലിയും കൊടുക്കും. അല്ല, അങ്ങനെ കഥ കേട്ട് നമുക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് പറ്റുന്ന ജോലിയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ കഥ പറയട്ടെ എന്നാ. ഏത് കഥയാ? ഇവനുണ്ടല്ല, ഇവന്റെ വീട്ടിൽ, അതായത് ഇവന്റെ ജംഗ്ഷനിൽ നിന്ന് ഇവന്റെ വീട്ടിലേക്ക് ഒരു 100 മീറ്റർ ഉള്ളു പിഷാരടി. 100 മീറ്റർ വെറും. എന്നിട്ട് 1.5 കിലോമീറ്ററും വളഞ്ഞ് ചുറ്റി അടിച്ചാണ് അവന്റെ വീട്ടിൽ പോയത്. സിമ്പിൾ ആയിട്ട് പോകേണ്ട കേസിനും വളഞ്ഞു പോയി. എന്തിനാ? അവൻ പോണ വഴിയിൽ കുറച്ച് ഉറുമ്പും കൂട്ടം ഉണ്ടായി. ആ വഴി അങ്ങ് നടന്നു പോയി കഴിഞ്ഞാല് ആ ഉറുമ്പിനെ ചോട്ടി കുറെ ഉറുമ്പ് ചാവൂലേ? അത് ഇവന് പാവമാണത്. പാവം മാത്രമല്ല, സത്യസന്ധനും കൂടി ഇവൻ. അറിയോ, ഇവനൊരു ഹോട്ടലിൽ ഒരു തവണ വിശന്നിട്ട് കൊച്ചി ബിരിയാണി കഴിക്കാൻ കയറി. ആ ബിരിയാണിയിൽ അവരറിയാതെ ഒരു 2 മുട്ട അതിൽ പെട്ടുപോയി. എന്നിട്ട് ഇവൻ അതിൽ 1 മുട്ട കഴിച്ചിട്ട് 1 മുട്ട കഴുകി റിസപ്ഷനിൽ കൊണ്ടുപോയി കൊടുത്ത്. അങ്ങനത്തെ ഒരു പഞ്ചപാവ ക്ഷമയുള്ളവനാണ്. സത്യത്തിനോട് കരണ്ടെന്ന് പറയാം. നമ്മളിവിടെ ഒരു ഷെയറിംഗ് ഹാപ്പിനെസ്. നമുക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ നല്ല മനുഷ്യനാന്ന് പറയുന്നു. അതിന് നമ്മൾ സീരിയസ് ആയിട്ട് മാനിക്കുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കണ്ടേ? ക്ഷമയുള്ളവനാണ്, നല്ല ക്ഷമയുണ്ട്. ക്ഷമ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ചെറിയ പാലം, ഈ പാലത്തിൽ കൂടെ ഒരു ചെറിയ പാലം. ഈ പാലത്തിൽ ഇവിടുന്ന് അങ്ങോട്ടും വണ്ടി വരണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരണം. ഒരു സമയം ഒരു വണ്ടിയെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ 2 സൈഡിൽ നിന്നും കൂടെ വണ്ടി ക്ഷമയില്ലാതെ കയറി വന്നാൽ എന്ത് പറ്റും? ഈ 2 വണ്ടികളും കൂടെ നടുക്കുന്ന ഇടിക്കും, വലിയ ആക്സിഡന്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തൊരു വണ്ടി കാണുന്നപ്പോ തന്നെ ക്ഷമയോടുകൂടി ഇപ്പുറത്തെ സൈഡിൽ കാത്തു നിൽക്കണം. ആ വണ്ടി പോയ ശേഷം നമ്മൾ പോവുക. അപ്പം ക്ഷമ കൊണ്ട് എന്തുണ്ടായി? വലിയൊരു അപകടം ഒഴിവായി, 2 പേർക്കും പോകാൻ പറ്റി. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ക്ഷമിച്ച് നിന്ന പോലെ അപ്പുറത്തെ സൈഡിലുള്ളവന് ക്ഷമിച്ച് നിന്നെങ്കിൽ 1 വർഷം വരെ ഇവിടെ ക്ഷമിച്ച് അവിടെ തന്നെ പാലത്തിന്റെ അടുത്ത് നിൽക്കില്ല. അപ്പുറം ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുമോ? അതേലും ഒരു ലോജിക് എങ്കിലും വേണം ഈ സമയത്ത് പറയുമ്പോ. കരയല്ലേ കഷ്ടം തോന്നുന്നു. അത്രയധികം റിക്വസ്റ്റ് ചെയ്തല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? ഒരു കാര്യം ചെയ്യും. അവൻ അത്ര ക്ഷമയും നന്മയൊക്കെ ഉള്ളവനാണെങ്കിൽ അവനോട് ഇനി പ്രൊഡക്ഷനിൽ നിൽക്കാൻ പറ. നമ്മുടെ കൂട്ടത്തിൽ എന്റെ ഒരു കൂട്ടത്തിലെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിർത്താം. കേട്ടല്ല? വേണ്ട, അതൊന്നും കുഴപ്പമില്ല മോനെ. അത് നമുക്ക് ശരിയാക്കാം കേട്ടോ. നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതായത് പുള്ളിക്ക് ഇപ്പൊ എന്തായാലും ക്യാമറയോ അങ്ങനെ ഒരു സ്കിൽഡ് ടെക്നിക്കൽ ആയിട്ടുള്ള പരിപാടികൾ അറിയില്ലല്ലോ. അപ്പൊ ഒന്നുമില്ല, നമുക്ക് വല്ല സമയത്ത് ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കുക, ചായ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതൊരു നല്ല ജോലി തന്നെയാണ്. അത് ചെയ്താൽ മതി. അത് നമുക്ക് ചെയ്യാം കേട്ടോ. കേട്ടില്ല? നല്ലതേ വരുള്ളൂ കേട്ടോ. അപ്പേ നമുക്ക്
പിഷാരടി ഒരുപാട് പേരെ നല്ല രീതിയിൽ നിന്നാൽ നല്ല സഹായമൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയ ആളാണ് കേട്ടോ. അപ്പം മര്യാദക്ക് നല്ലോണം നോക്കിക്കണം. ചായ ചോദിച്ചാൽ ചായ കൊടുക്കണം. എന്തെങ്കിലും വല്ല ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിയരിഞ്ഞു കൊണ്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ എന്ത് വേണം ഒന്നും വേണ്ട, A to Z എല്ലാ കാര്യവും മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ അപ്പൊ ജോലിക്ക് കയറിയോ കേട്ടോ കേട്ടാ മോനെ? ഒന്നേ എന്താ ഇവനൊക്കെ ഏത് നേരത്ത് ജ്യൂസ്, ഏത് നേരത്ത് ചായ, ഏത് നേരത്ത് ഭക്ഷണം നടന്ന് ഞാൻ എങ്ങനെയാണ് അറിയുക? ഒരു ചായ നിനക്ക് ചായ വേണം? വേണോ നിനക്ക് എപ്പോഴാണ് ഭക്ഷണം വേണ്ടേ? കൊണ്ടുപോയി കേശവ മാമ ആ പാവമായിരുന്നു അവൻ. പാവം സൈക്കോ.